ദൈവം പൂർവ്വപിതാവായ അബ്രാഹത്തോട് പറഞ്ഞു, നീ ഒരു അനുഗ്രഹമായിരിക്കും. ദൈവം അനുഗ്രഹമാക്കി തീർത്ത ഒരു ജന്മമായിരുന്നു ധന്യൻ മാർ തോമസ് കുരിയാളശ്ശേരി പിതാവിൻ്റേത്. താൻ മാത്രമല്ല, തന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്നവരും സഭയ്ക്കും സമുദായത്തിനും അനുഗ്രഹമായിരിക്കണമെന്നാഗ്രഹിച്ച പിതാവ് തൻ്റെ ആദ്യ ഇടയലേഖനത്തിൽ തന്നെ വിശ്വാസികളെ ഗൗരവപൂർവ്വം അനുസ്മരിപ്പിക്കുന്നു. സകലവും ക്രിസ്തുവിൽ നവീകരിക്കുക എന്ന നമ്മുടെ പിതാവായ 10-ാം പിയൂസ് തിരുമനസ്സിലെ താൽപ്പര്യവും നിയോഗവും ആഗ്രഹവും അനുസരിച്ച് സകലവും ഊർജിതത്തോടും കൃത്യമായും നിർവഹിക്കുന്നതിലേക്ക് നാം എപ്പോഴും സന്നദ്ധനായിരിക്കുന്നതും ഇവകളുടെ പരിശോധനാർത്ഥം നമ്മുടെ ദൃഷ്ടി ഈ വികാരിയാത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും സദാ ഉണ്ടായിരിക്കുന്നതാണെന്നും ഏവരും നല്ലവണ്ണം അറിഞ്ഞുകൊള്ളണം. ധന്യനായ നമ്മുടെ വന്യപിതാവിൻ്റെ ഈ വാക്കുകൾ നമ്മെ തന്നെ നവീകരിക്കുന്നതിനും ലോകത്തിന് അനുഗ്രഹമായി ജീവിക്കുന്നതിനും നമുക്ക് പ്രേരണയും പ്രചോദനവുമായിരിക്കട്ടെ. പുണ്യഗാഥ. നല്ല ശുഭാലകരെ, നമുക്കിന്ന് നന്മ നിറഞ്ഞവരെ, സ്മരിക്കുന്നു ഈ കേരമണ്ണിൽ നിന്ന് മിന്നി നിന്ന് പൊൻവിളക്കായവനെ. നല്ല ശുഭാലകരെ, നമുക്കിന്ന് നന്മ നിറഞ്ഞവരെ, സ്മരിക്കുന്നു ഈ കേരമണ്ണിൽ നിന്ന് മിന്നി നിന്ന് പൊൻവിളക്കായവനെ. വിശുദ്ധ കുർബാനയുടെ ജീവിത പാതയിലേക്ക് ജനസമൂഹത്തെ കൈപ്പിടിച്ചു നിർത്തിയ ആചാര്യ ശ്രേഷ്ഠൻ, വിശുദ്ധ കുർബാനയുടെ സ്നേഹഗായകൻ, ചങ്ങനാശ്ശേരി രൂപതയുടെ പ്രഥമ സാരഥി, വിശുദ്ധ കുർബാനയുടെ ആരാധനാ സന്യാസി സമൂഹത്തിന്റെ വത്സലതാതൻ, ധന്യൻ മാർ തോമസ് കുരിയാളശ്ശേരി, കേരളത്തിന്റെ നെല്ലറയായ ആലപ്പുഴയിൽ, ചരിത്ര പ്രസിദ്ധമായ ചെമ്പക്കുളത്ത്, കുരിയാളശ്ശേരി കുടുംബത്തിൽ അക്കാമ ചാക്കോച്ചൻ ദമ്പതികളുടെ 6ാമത്തെ സന്താനമായി 1873 ജനുവരി 14 ഇതാ അവൻ ഭൂജാതനായി. കരയില്ലേ വാവേ, ഓ എന്റെ ഈശോയെ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ചെറുക്ക, നീ എന്താ ചെയ്യുന്നേ? ഞാനിവിടെ പ്രാർത്ഥിക്കുക. വാ, നമുക്ക് പോയി കളിക്കാം. ഇല്ല, ഞാൻ വരുന്നില്ല. വാ, നമുക്ക് പോയി കളിക്കാം. ഇല്ല, ഞാൻ വരുന്നില്ല. നിനക്ക് വട്ട. തന്താനേ താനേ തകതന്താനേ താനേ, തന്താനേ താനേ തകതന്താനേ താനേ. കാലം കടന്നു, അവൻ വളർന്നു. എന്റെ ജീവിതം ദൈവവേലയ്ക്കായി സമർപ്പിക്കുവാൻ ദൈവമേ ഞാൻ ആഗ്രഹിക്കുന്നു. നീ 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 എന്താണ് ഈ പറയുന്നത്? എന്റെ സ്വന്തം അച്ഛമ്മയെ വിട്ട് നീ എങ്ങോട്ടാണ്? നീ പോയാൽ അവൾ തനിച്ചല്ലേ? ഈ ലോകത്തിനുള്ള സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് നീ എവിടേക്കാണ് പോകുന്നത്? ഇല്ല, ഞാനൊരു വൈദികനാകും. എന്റെ അമ്മയെ സർവശക്തൻ കാത്തുകൊള്ളും. എല്ലാമെല്ലാമായി അവൻ പൗരോഹിത്യം സ്വീകരിച്ച് തിരിച്ചു വന്നു. ഓ ദിത്തിത്താരാദിത്തിത്തേ ദിത്തേ തകതേതോ, ദിത്തിത്താരാദിത്തിത്തേ ദിത്തേ തകതേതോ. കുരിയാളശ്ശേരിയിൽ അച്ഛൻ തന്റെ മനസ്സിൽ കോട്ട കെട്ടിയിരുന്ന ആരാധനാ സന്യാസ സൗധത്തിന് അടിത്തറ പാകുന്നതിലുള്ള ശ്രദ്ധയിലാണ്. അങ്ങനെയിരിക്കെ 1911 ഡിസംബർ 3 കാൻഡിയിൽ വെച്ച് ഫാദർ തോമസ് കുരിയാളശ്ശേരി ചങ്ങനാശ്ശേരി വികാരിയത്തിന്റെ വികാരി അപ്പസ്തോലിക്കയായും പെല്ലായി നദിക്കിന്റെ മെത്രാനായും അഭിഷിക്തനായി. നിങ്ങളറിഞ്ഞോ ചങ്ങനാശ്ശേരിക്കാരെ, നമ്മുടെ തോമാക്കത്തനാ നാട്ടുമെത്രാനായത്? നിങ്ങളറിഞ്ഞോ ചങ്ങനാശ്ശേരിക്കാരെ, നമ്മുടെ തോമാക്കത്തനാ നാട്ടുമെത്രാനായത്? നിങ്ങളറിഞ്ഞോ ചങ്ങനാശ്ശേരിക്കാരെ, നമ്മുടെ തോമാക്കത്തനാ നാട്ടുമെത്രാനായത്? തന്റെ സ്വപ്ന സാഫല്യത്തിന്റെ ദിനം വന്നെത്തി. 1911 ഡിസംബർ 10 ചങ്ങനാശ്ശേരി വികാരി അപ്പോസ്തലിക്കയായി നിയമിതനായ ശേഷം തന്റെ ആദ്യ ഔദ്യോഗിക കർമ്മം നിർവഹിക്കുന്ന
സുന്ദരദിനം. വാദ്യഘോഷങ്ങൾ മുഴങ്ങി. ദിവ്യമലി മധ്യേ 5 കന്യകകൾ മാർ തോമസ് കുര്യാളശ്ശേരിയിൽ നിന്നും ആദ്യ അംഗങ്ങളായി സഭാവസ്ത്രം സ്വീകരിച്ചു. ചമ്പക്കുളം തൂരത്തിയും മല്ലപ്പള്ളി വാഴപ്പള്ളി ആതിരം പുഴയും പിന്നെ മുത്തോലപ്പുരം എടത്താക്കാനീരമറ്റം കാടനാട് എന്നിങ്ങനെ 9 മടങ്ങൾ താതൻ പണി ചെയ്യിച്ചു. ഓതിത്തിത്താരാതിത്തിട്ടേ തിത്തേ തകതകതേതോ തിത്തിത്താരാതിത്തിട്ടേ തിത്തേ തകതകതേതോ. ഞാൻ റോമിന് പോവുകയാണ്. ഇതെന്റെ അവസാനത്തെ സന്ദർശനമാണ്. നിങ്ങൾ നല്ല കുഞ്ഞുങ്ങളായി വളരണം. ഈശോയെ തനിച്ചാക്കി എങ്ങും പോകരുത്. ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല പിതാവേ. ജീവിതക്രമം, തമ്മിലുള്ള യോജിപ്പ്, സംഗതികളുടെ സൂക്ഷ്മം, ഇതാണ് എന്റെ അന്ത്യശാസനം. 1925 ജൂൺ 2 രാത്രി 8 മണിക്ക് റോമിൽ വെച്ച് നമ്മുടെ പിതാവിന്റെ പാവനാത്മാവ് സ്വർഗത്തിലേക്ക് പറന്നുയർന്നു. സന്നിധി ജീവിച്ച പുണ്യദാതാ കുരിശിനെ മാനിച്ച കുരിയാളശ്ശേരി താതാ. ക്രിസ്തുവിൽ എല്ലാം നവീകരിക്കുക എന്ന ആദർശവുമായി പരിശുദ്ധ കുർബാനയുടെ ആരാധനാ സന്യാസിനി സമൂഹത്തിൽ രൂപം കൊടുത്ത ധന്യൻ മാർത്തോമ കുര്യാളശ്ശേരി പിതാവ് പരിശുദ്ധ കുർബാനയെ നെഞ്ചോട് ചേർത്ത് വിശുദ്ധ ജീവിതം കെട്ടിപ്പടുത്ത ഒരു പുണ്യാത്മാവായിരുന്നു. ദിവ്യകാരനാഥനോടുള്ള സ്നേഹം കൊണ്ട് ആത്മാവിൽ എരിഞ്ഞ അഗ്നി കെടാതെ സൂക്ഷിച്ച വലിയൊരു വ്യക്തിത്വം. വിശുദ്ധ കുർബാനയുടെ അർത്ഥവും ആഴവും ഗ്രഹിച്ച പിതാവിന് തന്റെ മക്കൾക്ക് നൽകുവാനുണ്ടായിരുന്നത് മറ്റൊന്നുമല്ല, അത് വിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയായിരുന്നു. ദൈവസ്നേഹവും പരസ്നേഹവും കോർത്തിണക്കി ബന്ധങ്ങളിൽ നൈർമല്യവും ഉത്തരവാദിത്തങ്ങളിൽ ആത്മാർത്ഥതയും പതിപ്പിച്ച പിതാവിന് തളരാതെ മുന്നേറുവാൻ സഹായിച്ചത് വിശുദ്ധ കുർബാനയോടുള്ള ആഴമേറിയ വിശ്വാസ ചൈതന്യമായിരുന്നു. ആരാധനാ സഭ രൂപപ്പെടുത്തി. ദിവ്യകാരുണ്യഭക്തൻ മാർത്തോമാമെത്താൻ ആരാധനാ സഭ രൂപപ്പെടുത്തി. വിശ്വസിക്കപ്പെടാം, നിത്യമറിയപ്പെടാം, അവനെല്ലാവർക്കും നാഥനായി വാഴ്ത്തപ്പെടാം. വിശ്വസിക്കപ്പെടാം, നിത്യമറിയപ്പെടാം, അവനെല്ലാവർക്കും നാഥനായി വാഴ്ത്തപ്പെടാം. സ്മരണകളെ എന്നും നന്ദിയോടെ ഞങ്ങൾ നമിച്ചിടുന്നു. സ്മരണകളെ എന്നും നന്ദിയോടെ ഞങ്ങൾ നമിച്ചിടുന്നു. എന്നും നന്ദിയോടെ ഞങ്ങൾ നമിച്ചിടുന്നു. എന്നും നന്ദിയോടെ ഞങ്ങൾ നമിച്ചിടുന്നു. കാലത്തിന്റെ ചുവരെഴുത്തനുസരിച്ച് മുന്നേറുവാൻ തനയർക്ക് ആഹ്വാനം നൽകി. കാലത്തിന്റെ ചുവരെഴുത്തനുസരിച്ച് മുന്നേറുവാൻ തനയർക്ക് ആഹ്വാനം നൽകി. ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും ജീവിതം സമർപ്പിച്ച അജപാലകൻ. ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും ജീവിതം സമർപ്പിച്ച കർമ്മയോഗി. സ്മരണകളെ എന്നും നന്ദിയോടെ ഞങ്ങൾ നമിച്ചിടുന്നു. എന്നും നന്ദിയോടെ ഞങ്ങൾ നമിച്ചിടുന്നു. എന്നും നന്ദിയോടെ ഞങ്ങൾ നമിച്ചിടുന്നു. Our Venerable Founder Father, Thomas Kuryalasheri, as we very well know him, was a man of prayer, a path which led him to experience the fullness of life in Christ. He urged us, his children, to strive to be always in the presence of God and gave us various means to attain this, no matter where we are and what you're doing.
Let us explore the various dimensions or paths which describe better and affirm that our founder father was truly a prayerful man. We can say that prayer for him was not only an action of raising the mind and heart to God, but also of opening one's mind and heart to his neighbor. The God whom he loved so much and adored in the Blessed Sacrament was the same God he found among the sick, the poor, the abandoned, the illiterate, the drunkards, etc. His very life became a living prayer before God. In the book of John we read, "The Word which was with God became Word incarnate." In the life of our venerable founder father, we could say that through his prayer life, he became a living prayer. Our venerable founder Mathomas Kurelasheri, a devotee of the Blessed Mother from childhood, he decorated the altars of Mary by himself. As a child, he enjoyed praying rosary by counting the leaves and throwing them in the water, those who go astray. As bishop, he taught his flock to go to Mary so as to attain favors to go to Jesus. Renew everything in Christ was the motto that guided him as the bishop. He exhorted his flock to keep away from sin and asked them to seek intercession of Mary, to imitate her love for God, total self-denial, humility, faithfulness, and obedience. As a true son of the Holy Mother, echoing the voice of Jesus on the cross, giving Mary to the disciples, thus our founder gave Mary to his spiritual daughters, SABS, "Behold your mother." What our venerable founder father practiced is not different from what he has written to us to practice. He told us to look the Eucharistic Lord and learn his deep humility, meekness, and infinite love. He was a humble man, yes, he was a humble and a simple bishop. Once in his office, he was listening to accusations from his own people. None of the things they said he had done, but he accepted the accusations, knelt down, and asked pardon. In another occasion, our founder received a letter while at his mother's place. He ran to the church with the letter, only to open it in the presence of God, which shows his attitude of, "I am nothing, God is everything." Our founder father was not only humble, but also meek. Asking Bishop McKeel for a permission to begin our congregation, and it was denied him, nowhere we see him complaining. Rather, he accepts, and in God's time, it is done. Our venerable founder father taught us forgiveness by his own life experiences. Once a man asked for 5 rupees for the marriage of his daughter. While on the way to the secretary's office, the figure changed to 50 rupees. Why and how? The man says it was the amount needed for the marriage of the daughter, and our founder father forgave him. In his letters to the sisters, he writes, "A sister should not go to bed with anything against another sister. They should find a way to reconcile, which shows the seriousness of reconciliation in order to build a Eucharistic community." To the man found stealing coconut, he said to him to take the coconuts and go home. Our beloved venerable founder father, we pray that you may be raised to the status of sainthood soon. Pray for us, your children, that through our constant prayers,
our lives may be radically transformed to become living prayer for God's greater glory and the building up of the kingdom of God. Amen.